നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ പി ജയരാജന്റെ വേട്ടപ്പട്ടികൾ കടിച്ചു കീറാനിറങ്ങി. പിണറായി വിജയനെയും വിറപ്പിച്ച് തില്ലങ്കേരി കൂട്ടം പി ജെയ്ക്ക് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. ഇത്രകാലം പിണറായി വിജയന്റെ ആട്ടും തുപ്പും സഹിച്ചും വെട്ടിനിരത്തൽ അതിജീവിച്ചും പി ജയരാജൻ ഒതുങ്ങിയത് ഈ ദിനത്തിനു വേണ്ടിയായിരുന്നു. കണ്ണൂർ CPM-ൽ മനു തോമസ് കൊളുത്തിവിട്ട വിവാദം കത്തിക്കയറുമ്പോൾ പി ജയരാജനും തില്ലങ്കേരി സംഘവും പാർട്ടിയെ സംരക്ഷിച്ച് കളത്തിലിറങ്ങി. പാർട്ടിയെ എന്തും പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞത്. പിണറായി വിജയൻ പോലും മൗനം പാലിച്ചിടത്ത് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് ജയരാജൻ കളത്തിൽ വന്നു. കണ്ണൂരിൽ പിണറായിക്കെതിരെ വിഭാഗീയത രൂക്ഷമാണ്. ഈ അവസരം മുതലെടുക്കുകയാണ് ജയരാജനും പിള്ളേരും. പിണറായി വിജയനെ വെട്ടിച്ചിതറിക്കാൻ കാത്തിരിക്കുകയാണ് പി ജയരാജൻ. ആകാവുന്നത്ര ദ്രോഹം പിണറായി കാണിച്ചിട്ടുണ്ട്. അതൊന്നും ജയരാജൻ അങ്ങനെ മറക്കില്ലല്ലോ. പാർട്ടിക്ക് വേണ്ടിയാണ് ജയരാജൻ RSSന്റെ വെട്ടുകൊണ്ട് വീണത്. എന്നിട്ടും പാർട്ടിയിൽ പട്ടിയുടെ വില പോലും പിണറായി വിജയൻ കൊടുത്തില്ല. കണ്ണൂരുകാർക്ക് ചെന്താരകമാണ് ജയരാജൻ. ആ പ്രഭാവം വീണ്ടെടുക്കാൻ അവസരം മുതലാക്കി ജയരാജൻ കളത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. പി ജയരാജനും ആകാശ് തില്ലങ്കേരി ഉൾപ്പെട്ട PJ ആർമിക്കും ശത്രു പിണറായി വിജയനാണ്. PJ ഭക്തരാണ് ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങി ഒരു കൂട്ടം ചെറുപ്പക്കാർ. കണ്ണൂരിൽ തലപ്പൊക്കത്തിലുള്ള നേതാവ് അത് പി ജയരാജനാണ്. തന്റെ തലയ്ക്ക് മുകളിൽ വളരുന്നുവെന്ന് കണ്ടതോടെയാണ് പിണറായി വിജയൻ പി ജയരാജനെ അടിച്ചൊതുക്കിയത്. ചതിപ്രയോഗത്തിലൂടെയാണ് പിണറായി കൂട്ടർ അടിച്ചൊതുക്കിയത്. പാർട്ടി കാര്യങ്ങളിൽ നിന്നെല്ലാം പി ജയരാജനെ മാറ്റി നിർത്തി. തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയന്റെ തലയ്ക്കു മുകളിൽ പി ജയരാജന്റെ ഒരു ഫ്ലെക്സ് ഉയർന്നപ്പോൾ അത് താഴെ ഇറക്കിച്ചു. പി ജയരാജനെതിരെ പിണറായി നടത്തുന്ന നീക്കങ്ങളെ എതിർത്ത് PJ ആർമി സോഷ്യൽ മീഡിയകളിൽ നിരന്തരം പോസ്റ്റിട്ടു. ഒടുവിൽ PJ ആർമി പാരയാകുമെന്ന് കണ്ടപ്പോഴാണ് അവരെ വെട്ടിനിരത്തി റെഡ് ആർമി ആക്കിയത്. അങ്ങനെ PJ കൂട്ടത്തെ അടപടലം വെട്ടി നിരത്തി ഒതുക്കി കളഞ്ഞു. ഇതുവരെയും അവർ വലിയ രീതിയിലൊന്നും പ്രതികരണം നടത്താതെ, മിണ്ടാതെ, അനങ്ങാതിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു അവസരം വീണ് കിട്ടിയത് ഇപ്പോഴാണ്. അതവർ കൃത്യമായി ഉപയോഗിച്ചു. പാർട്ടിയിലെ തെമ്മാടിത്തങ്ങൾ തുറന്നു കാട്ടി പാർട്ടി വിട്ട മനു പലതും വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ രക്ഷകരുടെ രൂപത്തിൽ പി ജയരാജനും സംഘവും കളത്തിൽ. മനുവിനെ സ്കെച്ചിട്ടിരിക്കുകയാണ് PJ ആർമി. പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ടെന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നുമാണ് ആകാശ് തില്ലങ്കേരി മനു തോമസിനെതിരെ കൊലവിളി നടത്തിയത്. ആകാശിന് പൊള്ളിയത് മനു പാർട്ടിയെ പറഞ്ഞതിനൊന്നുമല്ല, പി ജയരാജനെ പറഞ്ഞതിനാണ്. അതായത് മനുവിനെതിരെ ജയരാജൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അതിന് മറുപടിയുമായി മനുവും തിരിച്ചു മറുപടി കൊടുത്തു. ജയരാജനെ പൊളിച്ചടുക്കുന്ന ഒരു കുറിപ്പായിരുന്നു മനു പങ്കുവച്ചത്. അതുകൊണ്ടാണ് ആകാശിന്റെ കൊലവിളി. കണ്ണൂരിൽ ഇപ്പോൾ ശരിക്കും സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TP കൊലപാതകത്തിനു മുൻപ് എന്തായിരുന്നുവോ അതുതന്നെയാണ് അവസ്ഥ. PJയുടെ വേട്ടപ്പട്ടികൾ മനുവിനെ തീർക്കാൻ ഇറങ്ങിയെന്നാണ് സംസാരം. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന ഭയത്തിലാണ് കണ്ണൂരുകാർ. ആകാശിന്റെ കമന്റ് അത്തരത്തിലുള്ളതായിരുന്നല്ലോ. കൂടെയുള്ളവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നായിരുന്നു ആകാശിന്റെ കൊലവിളി. നമുക്കറിയാം, ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. ജയിലിനകത്ത് ജയിൽ സൂപ്രണ്ടിനെ തല്ലിച്ചതച്ചതിന് കേസുണ്ട്. പക്കാ ക്രിമിനലാണ്, തറ ഗുണ്ട. ഇവനെയൊക്കെ വളർത്തുന്നത് പി ജയരാജനാണ്. കാരണം പിന്നീട് ഈ കൂട്ടർ തനിക്ക് ഉപകാരപ്പെടുമെന്ന് കരുതി തന്റെ കാലാൾ പടയായി പി ജയരാജൻ വളർത്തിയെടുത്തതാണ് ആകാശ് തില്ലങ്കേരിയെയും ഉൾപ്പെട്ട സംഘത്തെയും. പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ആകാശ് തില്ലങ്കേരി മുൻപ് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ക്വട്ടേഷൻ ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി, നടപ്പാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച് പിണ്ണം വയ്ക്കലും. CPM ഇവരെ കൊണ്ട് ചെയ്യിച്ച പലതും വെട്ടിത്തുറന്നും പറയുമെന്ന് ഭീഷണി ഉയർന്നപ്പോഴാണ് പിണറായി ഒത്തുതീർപ്പിന് ഗോവിന്ദനെ കണ്ണൂരിലേക്ക് അയച്ചത്. എന്നിട്ടും നടക്കാതെ വന്നതോടെ ആകാശിനെ കാപ്പ ചുമത്തി അകത്താക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും പണിയാകുമെന്ന് കണ്ടതോടെ കാപ്പ എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. പി ജയരാജന്റെയും തില്ലങ്കേരി സഖാക്കളുടെയും കണ്ണിലെ കരട് പിണറായി വിജയൻ തന്നെയാണ്. പിണറായിസം അവസാനിച്ചാലേ ഇവർക്ക് തലപൊക്കാൻ കഴിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായി പ്രഭാവം ഒന്ന് മങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെയും ആരോപണം വന്നു. പിണറായി അടിമുടി പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് മനു CPM-ന് നേരെ പൊട്ടിച്ചത്. പിണറായിക്ക് വായടഞ്ഞു. അവിടെ കയറി കളിച്ചത് പി ജയരാജൻ. അരങ്ങത്തേക്ക് ആകാശ് തില്ലങ്കേരിയെയും സഖാക്കളെയും ഇറക്കി.
സംഗതി കൈവിട്ടുപോയി എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മനസ്സിലായി. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് പി ജയരാജനെയും കൂട്ടരെയും വിമർശിക്കുക എന്നത് മാത്രമാണ്. അത് മാത്രം കൃത്യമായി ചെയ്തു. പി ജയരാജൻ കയറി ഗോൾ അടിച്ചതോടെയാണ് ഗോവിന്ദൻ ഇടപെട്ടത്. മനുവുമായി ജയരാജനും സംഘവും വെല്ലുവിളി നടത്തിയത് ശരിയായില്ല എന്നായിരുന്നു പാർട്ടിയിൽ വന്ന വിമർശനം. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ അനാവശ്യമായി എന്ന് ഗോവിന്ദൻ വിലയിരുത്തി. ക്വട്ടേഷനും സ്വർണ്ണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്ന് മനു തോമസ് ആരോപിച്ചത്. ഇതിന് മറുപടി എന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പി ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത്. ഇതോടെ മനു തോമസ് കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തിവിട്ടു. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്നും കുറ്റപ്പെടുത്തിയ ജയരാജന്റെ പോസ്റ്റായിരുന്നു ഇതിനെല്ലാം കാരണം. താൻ ആരോപണം ഉന്നയിച്ച നേതാവിനെ വെള്ളപൂശാനാണ് ജയരാജന്റെ ശ്രമമെന്ന് കരുതിയാണ് മനു വീണ്ടും രംഗത്ത് വന്നത്. അല്ലാത്തപക്ഷം ആ വിവാദം അവിടെ തീരുമായിരുന്നു. ജില്ലാ കമ്മിറ്റി വ്യക്തത വരുത്തിയ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചത് CPMന് വലിയ തലവേദനയായി മാറിയെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു അവസരം മുതലെടുത്ത് പി ജയരാജനും PJ ആർമിയും ഒരു കലക്ക് കലക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയനെ ഒതുക്കാൻ കിട്ടിയ ഒരേ ഒരു അവസരമാണിത്. ഈ അവസരത്തിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടിയാണ്. എന്തായാലും ജയരാജൻ എന്തൊക്കെയോ മുന്നിൽ കണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.